ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനേ എനിക്കറിയില്ല, കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടും പിന്നെ നിങ്ങളുടേതായിട്ടുള്ളൊരു മറുപടി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണോ എന്നുള്ളത് എനിക്കതിനെക്കുറിച്ച് വലിയൊരു അറിവില്ല. എനിക്ക് ഒരു ചാനലുണ്ട്, ക്രൗഡ് ഫണ്ടിങ് കേരള ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ആ ചാനലിൽ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള വീഡിയോകളാണ് ഞാനിടുന്നത്. ആ ചാനലിൽ 190 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. അപ്പോൾ എൻ്റെ ട്രസ്റ്റിലുള്ള ആളുകളുടെ കുറച്ച് ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചാനലിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ആ പൈസയൊക്കെ ഞാൻ എടുത്ത് എൻ്റെ അക്കൗണ്ടിലൂടെ ഞാൻ ഉപയോഗിക്കുകയാണെന്നാണ്. അത് ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരാരെങ്കിലും അവരെ പറഞ്ഞ് അവരങ്ങനെ ആക്കിയതായിരിക്കാം. കാരണം പ്രായമായിട്ടുള്ള ആളുകളാണ്. നമ്മൾ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നതാണ്, അല്ലേ? അത്രേ കരുതിയിട്ടുള്ളൂ, വേറെ ഒന്നും കരുതിയിട്ടില്ല. അതിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് സത്യസന്ധതയോടെ മാത്രമേ നീങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിലുള്ള ആളുകൾ പറയാണ്, ഈ 190 സബ്സ്ക്രൈബേഴ്സിനെ വെച്ച് അതിൽ നിന്ന് പൈസ കിട്ടുന്ന പൈസ ഒക്കെ ഞാൻ എൻ്റെ അക്കൗണ്ടിലൂടെ ഞാൻ ഉപയോഗിക്കുകയാണ്. അങ്ങനെയുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലായിട്ടോ, നമ്മളെത്ര പ്രവർത്തിച്ചിട്ടും കാര്യമില്ല, എത്ര നമ്മളുടെ എന്താ പറയുക ഉള്ളിൽ പൊളിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. നമ്മൾ കഷ്ടപ്പെട്ടത് എത്രത്തോളമാണോ അതിനേക്കാളും 100 ഇരട്ടി നമ്മളെ കുറ്റം പറയാനും താഴ്ത്തിക്കെട്ടാനും മാത്രമേ നമ്മുടെ കൂടെയുള്ളവരുണ്ടാവുള്ളൂ. 100% ഉറപ്പുള്ള കാര്യം. നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് സഹായിക്കുമ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത് കേട്ടോ. പ്രതീക്ഷിക്കാം, എന്തെന്നറിയോ, അവരെ കയ്യിൽ നിന്ന് അവർക്ക് വിചാരിച്ചത് കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറ്റക്കാർ, സമൂഹത്തിന് മുന്നിൽ നമ്മൾ കൊള്ളരുതാത്തവർ ഒക്കെ ആയിത്തീരും. സത്യമാണ് കേട്ടോ, എൻ്റെ അനുഭവമാണ്. എന്നിരുന്നാലും ഞാൻ എന്താ പറയുക, ഇങ്ങനത്തെ ആൾക്കാരെ കണ്ട് അവരുടെ വാക്ക് കണ്ടിട്ട് പേടിച്ച് ഇട്ടെറിഞ്ഞ് പോകുന്നില്ല. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ട്രസ്റ്റികൾ അവരുള്ളിടത്തോളം കാലം ഞാൻ മുന്നോട്ട് പോകും. എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ CFK ഫാമിലിയിലുള്ള ആളുകളുണ്ട്, അവരും മതി. ഇങ്ങനത്തെ ഓരോ ഞാഞ്ഞൂലുകൾ വന്നിട്ട് ഫു എന്ന് ഊതുമ്പോൾ പേടിച്ച് വീഴാനുള്ളതാണോ? ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര വർഷത്തെ പ്രയത്നങ്ങൾ കൊണ്ടാണ് കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന് ഒന്ന് നിൽക്കാനാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ആൾക്കാർ വന്നിട്ട് ഊതാണ്. ആ ഊതുന്നവരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഊതൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഊതൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നല്ല പ്രവൃത്തിയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടന്നിരിക്കും. അതല്ല, നിങ്ങൾ ഒളിമറിഞ്ഞിരുന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് പണി വന്നുകൊണ്ടേയിരിക്കും. മാറൂല, ഒരിക്കലും മാറൂല. എന്നാൽ ആ സ്ഥിതിക്ക് നിങ്ങളുടെ ആരെ ഉപദ്രവിക്കാതെ സത്യസന്ധമായിട്ട് നിങ്ങൾ മുന്നോട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും അത് വേറെ രീതിയിൽ നിങ്ങളെ തട്ടാതെയും ബാധിക്കാതെയും പോയിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, അതല്ലേ നല്ലത്. എങ്കിൽ ജീവിതം മുന്നോട്ട് പോകും.